കണ്ടാല് പിള്ളേരൊന്നുമില്ല, പക്ഷെ പിള്ളേരല്ല കുള്ളറാണ്. ഹായ് ഡേസ്. അപ്പോൾ നമുക്ക് ഒരു ടൂർ പോയി വന്നാലോ? നമ്മളിത് ആലപ്പുഴ ഹൗസ് ബോട്ടിലൊക്കെയാണ് പോകുന്നത്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല. ഒരുപാട് ആൾ DM ചെയ്യുന്നുണ്ട് എന്താ വീഡിയോസ് കാണാത്തതെന്ന്. ഇന്ന് മുതൽ കണ്ടിന്യൂസ് വീഡിയോ ഉണ്ടാവും ഇൻഷാ അല്ലാ. നൈറ്റ് 12 മണിക്കാണ് ഇവിടുന്ന് പുറപ്പെടുന്നത്. നല്ല ഡാൻസും റീൽസും ഒക്കെ ചെയ്ത് നല്ല വൈബാക്കി നമ്മൾ കിട്ടും. മാഹി എത്തി. നമ്മൾ ഫുൾ ടാങ്ക് ഡീസലൊക്കെ അടിച്ച് പിന്നെ ബാത്റൂം പോകേണ്ട ആളൊക്കെ അവിടെ ബാത്റൂമിലൊക്കെ പോയി. ഇതാണ് നമ്മൾ ട്രാവലറിൻ്റെ ഉള്ളിൽ പൊള്ളിയാണ്. നല്ല വൈബ്, ലൈറ്റും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കണ്ണൂർ നോക്കുമ്പോൾ ഇത് ആലപ്പുഴ എത്തിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം നമ്മുടെ ലൊക്കേഷൻ എത്താനായിട്ടുണ്ട്. ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ബോട്ടിംഗ് ഒക്കെ കണ്ടാൽ അത് കണ്ണ് തള്ളി നിൽക്കുക. എന്ത് രസം എന്നറിയാം അവിടെ ഇരിക്കാൻ തന്നെ. പിന്നെ ഇതൊരു സ്പീഡ് ബോട്ട് വരുന്ന പൊള്ളി ചെയ്യണം. അതിൽ പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നല്ല പേടിയാണ്. അതുകൊണ്ട് അതിലൊന്നും പോയിട്ടില്ല. നമ്മൾ ഈ ബോട്ടിനെ കുറിച്ച് അന്വേഷിച്ചത്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വലിയ ഹൗസ് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുമ്പം ഇടയ്ക്ക് ഇങ്ങനെയുള്ള കുറച്ച് ബോട്ടുകാർ വരും. നമുക്ക് കുറച്ച് ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളിലും നല്ല വ്യൂ ഒക്കെ കാണാൻ വേണ്ടി നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ബോട്ട്, സ്പീഡ് ബോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. പുലരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു റീല് ചെയ്തിട്ടില്ലേ? അത് കാണാത്തവർ പോയി കാണണേ. അങ്ങനെ ഓരോ ഹൗസ് ബോട്ട് ഇങ്ങനെ കരക്കടുത്ത് വരുന്നുണ്ട്. നമ്മൾ അതൊക്കെ ആസ്വദിച്ച് പിന്നെ നമ്മൾ ചായ കുടിച്ച് എല്ലാവരും കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നിന്. അങ്ങനെ ചായ സ്നാക്സും വേണ്ടുന്നവർ അങ്ങനെ കഴിച്ചു. പിന്നെ ഫുഡ് എന്തെങ്കിലും വേണ്ടുന്നവർ, ഇതൊരു റെസ്റ്റോറൻ്റ് ആണ് അവിടെ തന്നെ ഉള്ളത്. അപ്പോൾ അവിടുന്ന് ഫുഡ് വേണ്ടുന്നവർ ഫുഡ് വാങ്ങി കഴിച്ച്. അങ്ങനെ ഇതാ എൻ്റെ വണ്ടി ഉരുട്ടി ഞാനും ബോട്ടിലേക്ക് പോയേനെ. ഇത് ഓരോ ആൾക്കാരും അവരുടെ ലഗേജൊക്കെ എടുത്ത് ബോട്ടിലേക്ക് കയറിയേനെ. എപ്പോഴും പറയുന്ന ഒരുപാട് കേട്ടിട്ടുണ്ട് ആലപ്പുഴ ഹൗസ് ബോട്ട് എന്ന്. നമ്മൾ മറ്റുള്ള ബോട്ടിങ് വൺ ഡേ ഇങ്ങനെ പോയിട്ട് വന്നല്ലാണ്ട് ഇങ്ങനെ ഒരു ബോട്ടിൽ സ്റ്റേ ഫസ്റ്റ് ടൈമാണ്. അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും. ബോട്ടിൽ കയറിവാട് ബോട്ടിൻ്റെ വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഒരു ലിവിങ് ഏരിയ ഉണ്ട്. പിന്നെ ഇതാ ഇവിടെയാണ് 4 ബെഡ്റൂം. അങ്ങനെ നമ്മൾ ബോട്ട് ഇതാ മൂവാൻ തുടങ്ങിയിട്ടുണ്ടേ. എല്ലാവരും ഇതാ മേലെ നല്ല ആസ്വദിച്ചിരിക്കുന്നുണ്ട്. ബോട്ടിൽ നിന്ന് പുറം കാഴ്ചകളും മറ്റുള്ള ബോട്ടിങ്ങും ഒക്കെ നോക്കി ആസ്വദിച്ചിരിക്കുന്നുണ്ട്. ഇനിയാണ് നമ്മളെ കലാപരിപാടി. അപ്പോൾ ഇതാ എല്ലാവരും വേറെ ലെവൽ വൈബിലാണ് ഉള്ളത്. അപ്പോൾ ഇനി നെക്സ്റ്റ് പാർട്ട് വരാനുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യണേ.